പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പി.സി. ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം വെട്ടാൻ ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ളയെ രംഗത്തിറക്കാൻ ബി.ജെ.പി. കാലാവധി പൂർത്തിയാകാൻ 6 മാസം ബാക്കി നിൽക്കെ ഗവർണർ സ്ഥാനം ഒഴിയാൻ ശ്രീധരൻപിള്ള സന്നദ്ധത അറിയിച്ചു. കുമ്മനം രാജശേഖരൻ പിന്മാറിയതോടെയാണ് സംസ്ഥാന നേതൃത്വം പുതിയ സാധ്യത തേടുന്നത്. സംസ്ഥാന ഘടകം നൽകിയ 3-അംഗ പട്ടികയിൽ പ്രഥമ പരിഗണന പി.എസ്. ശ്രീധരൻപിള്ളയ്ക്കാണ്. സഭയിലും NSS ആസ്ഥാനത്തും സ്വാധീനമുള്ള ശ്രീധരൻപിള്ള പത്തനംതിട്ടയിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെന്നാണ് കണക്കുകൂട്ടൽ. പി.സി. ജോർജിനെ വെട്ടാൻ സംസ്ഥാനത്തിന്റെ പട്ടികയിൽ ശ്രീധരൻപിള്ളയെ ഉൾപ്പെടുത്തിയെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഗവർണർ പദവി ഒഴിയാൻ ശ്രീധരൻപിള്ള സന്നദ്ധത അറിയിച്ചു. ഒക്ടോബറിൽ ശ്രീധരൻപിള്ളയുടെ ഗവർണർ കാലാവധി പൂർത്തിയാകും. രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാകാനുള്ള അവസരമായാണ് ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്. കുമ്മനം രാജശേഖരൻ മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടികയിൽ രണ്ടാമതായി ശോഭാ സുരേന്ദ്രന്റെ പേരാണ് ഉൾപ്പെടുത്തിയത്. കൊല്ലത്തും പത്തനംതിട്ടയിലും ശോഭാ സുരേന്ദ്രൻ പരിഗണനയിലുണ്ട്. പട്ടികയിൽ 3-മതായി പി.സി. ജോർജിന്റെ പേരും സംസ്ഥാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനപക്ഷം ലയിച്ചതിന്റെ ഉപാധിയായി പത്തനംതിട്ട സീറ്റ് പി.സി. ജോർജിന് കേന്ദ്ര നേതൃത്വം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് മികച്ച 2 സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തി ബി.ജെ.പി. സംസ്ഥാന ഘടകം പട്ടിക തയ്യാറാക്കിയത്. വി.എസ്. രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.